ഇനി നമ്മൾ ശൂരനാട്ടേക്കാണ് പോകുന്നത്. കൊല്ലം ശൂരനാട്ട് ആനേടിയിൽ ഷമീറിൻ്റെ വീട്ടിലേക്കാണ്. ഷമീറും കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചയാളാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഗൾഫ് നാടുകളിലെ പ്രവാസികളും മറ്റ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളി പ്രവാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മറ്റുള്ള നാടുകളിലേക്കൊക്കെ തന്നെ അമേരിക്കയിലും ഓസ്ട്രേലിയയും യു കെയിലും ഒക്കെ തന്നെ മിക്കവാറും ഫാമിലിയായിട്ട് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അവിടെ പൗരത്വം സ്വീകരിച്ചവരാണ് കൂടുതലും ആളുകൾ. എന്നാൽ ഗൾഫ് നാടുകളിലെ സ്ഥിതി അതല്ല. അവിടെ പോയ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരേണ്ടവരാണെന്ന ചിന്ത ഓരോ നിമിഷവും അവരിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഓരോ മാറ്റത്തിലും അവർ കാതോർത്ത് നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഷമീർ കേരളത്തിലേക്ക് എത്രയും വേഗം മടങ്ങി വരാൻ ആഗ്രഹിച്ച ഒരു പ്രവാസി തന്നെയായിരുന്നു. നമുക്കപ്പോൾ എ വി ജയശങ്കർ ഷമീറിൻ്റെ വീട്ടിൽ നിന്നും ചേരുന്നു. എ വി ജയശങ്കർ ശരിക്കും ഒരു ശൂരനാട്ട് ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഷമീർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് ആ നാട്ടിലുമുള്ളതെന്നും നമുക്കറിയാം. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? എസ്കെൻ, ഈ നാടിനെ സംബന്ധിച്ച് ഷമീറിൻ്റെ മരണം താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം അത്രമാത്രം നാടുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. മരണത്തിൻ്റെ തലേ ദിവസം പോലും അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതിനിടയിലാണ് പൊടുന്നനെ അപകടം തേടി വരുന്നത്. ഇന്ന് തന്നെ ഷമീറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. വീട്ടിൽ 1 മണിക്കൂറിനോളം പൊതുദർശനം നടത്തിയ ശേഷമായിരിക്കും സംസ്കാരം ഉണ്ടാവുക. കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരിക്കും ചടങ്ങുകൾ ഉണ്ടാകുക. ഈ കുടുംബത്തെ സംബന്ധിച്ച് ഈ ഒരു മരണം വലിയ നഷ്ടമാണ്. അടുത്ത ബന്ധുക്കളും മറ്റും വീട്ടിൽ എത്തിയിട്ടുണ്ട്. മറ്റ് ആളുകൾ ഈ മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടെത്തും. ഷമീറിൻ്റെ പിതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വലിയ ദുഃഖമാണ്. ഇനി അവസാനമായിട്ട് കാണാനുള്ളൊരു എസ്കെൻ, അദ്ദേഹം വലിയ ദുഃഖത്തിലാണ്. നമ്മൾ ആദ്യ ദിനം തന്നെ ഇവിടെ വന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു. കാരണം അത്രമാത്രം ഈ വീടിൻ്റെ ഒരു അത്താണിയായിരുന്നു ഷമീർ എന്ന് പറയുന്നത്. ഷമീറിൻ്റെ ഒരു വരുമാനം കൊണ്ടായിരുന്നു ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനപ്പുറം നാട്ടുകാരുമായി മറ്റുമെല്ലാം തന്നെ വലിയൊരു ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു വിഷമം വലിയ തോതിലുണ്ട്. വീട്ടിലേക്ക് ബന്ധുക്കളും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ അവസാനമായി ഷമീറിന് ഒരു നോക്ക് കാണാൻ വലിയ തോതിലുള്ളൊരു ജനക്കൂട്ടം ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം സുഹൃത്ത് വലയം ഈ നാട്ടിലുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പല ആളുകളെയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായി ജീവൻ നഷ്ടമാകുന്നത്. അത്തരത്തിൽ ഈ നാടിനെയും ഒപ്പം ബന്ധുക്കളെല്ലാം തന്നെ വലിയ ദുഃഖത്തിലാക്കുന്നൊരു മരണമാണ് ഷമീറിൻ്റെ ഉണ്ടായിരിക്കുന്നത്. ഇന്നെന്തായാലും മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം വീട്ടിൽ 1 മണിക്കൂറോളം നേരം പൊതുദർശനത്തിന് വെച്ച അടുത്തുള്ള ജമാഅത്ത് പള്ളിയിൽ അടക്കം ചെയ്യാനാണ് നിലവിൽ ആലോചന ഉള്ളത്. ഈ മരണം ഒരിക്കലും താങ്ങാൻ കഴിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുറച്ചു മുമ്പ് എ വി ജയശങ്കറാണ് ശൂരനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.